നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്തിക്കാട് പോലീസിനെതിരെ വീണ്ടും കരിക്കുമുറ ആരോപണം. കസ്റ്റഡിയിലെടുത്തവരെ കരിക്കുപയോഗിച്ച് മർദ്ദിച്ചതായി പരാതി. 2 CPM പ്രവർത്തകരടക്കം 6 പേർക്ക് പരിക്ക്. ആരോപണം അന്തിക്കാട് CIക്കെതിരെ. CPM പ്രവർത്തകർ ചികിത്സയിൽ. 2024 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2024 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,74,755 പേർ പരീക്ഷ എഴുതി. 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 78.69%. +2 VHSC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. +2 വിജയശതമാനം 78.69. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.26% കുറവ്. 39,242 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+. സർക്കാർ സ്കൂളുകളുടെ മോശം പ്രകടനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് KSEB. വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമെന്ന് വിലയിരുത്തൽ. മേഖലാ നിയന്ത്രണം ഫലം കണ്ടു. കുറച്ച് സ്ഥലങ്ങളിൽ നിയന്ത്രണം തുടർന്നേക്കും. തേഞ്ഞിപ്പലം പോക്സോ കേസിൽ പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ കുടുംബം. പ്രതികളെ വെറുതെ വിടാൻ കാരണം പ്രോസിക്യൂഷന്റെ വീഴ്ച. തുടക്കം മുതൽ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. കുട്ടീൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒക്കെ മനസ്സിന് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വേശ്യാന്ന് മുദ്ര കുത്തിയിട്ടും വിളിച്ച് പറഞ്ഞിട്ടും പിന്നെ കുട്ടീനോട് ഒരു പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം വരെ CI അലവീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിന്. അതൊക്കെ മൊഴിയിൽ തന്നെ പച്ചയിൽ എഴുതി വെച്ചും ചെയ്തിക്കണ്. അതൊക്കെ കൊടുത്തതാണ്. എന്നിട്ട് ഈ ഇവർ അന്വേഷിക്കുമ്പോൾ അയൽവക്കത്തൊക്കെ പോയിട്ടും അവിടെ പോയി ഇവിടെ പോയി നാട്ടുകാരോടും ഒക്കെ പറഞ്ഞിങ്ങാണ്ട് ആകെ നാണക്കേടാക്കി. പോലീസ് വേഷത്തിലൊന്നും വരാൻ പാടില്ലല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുമ്പോൾ ഒരു 14-15 വയസ്സുള്ള കുട്ടിയല്ലായിരുന്നോ? അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. ക്ഷേത്രങ്ങളിൽ നിന്ന് അരളിപ്പൂവ് ഒഴിവാക്കാൻ ദേവസ്വം ബോർഡുകൾ. നിവേദ്യ സമർപ്പണം, അർച്ചന, പ്രസാദം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ലെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 2ാം ദിവസവും യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം. സർവീസുകൾ റദ്ദാക്കിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധം. സമരം ചെയ്ത 25 ജീവനക്കാരെ പിരിച്ചുവിട്ട് എയർ ഇന്ത്യ.